പൊതുവെ ഈ പൊങ്ങിയ പല്ല് അഥവാ ഈ ക്രൗഡഡ് ഓവർലാപ്ഡ് ആയിട്ടുള്ള പല്ല് കാരണം ചിരിക്കാനും സംസാരിക്കാനും ഒക്കെ വലിയ ബുദ്ധിമുട്ടുള്ളവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതിനൊരു പെർഫെക്റ്റ് എക്സാമ്പിളാണ് ഈ ഇരിക്കുന്ന ഞാൻ. അപ്പം സോ എവറി വൺ ഗോസ് ഫോർ ദിസ് ബ്രേസസ് ഓർ അലൈനേഴ്സ് അല്ലേ? പക്ഷെ അതിനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് വിബയിലെ കൺസൾട്ടൻറ്റ് ഓർത്തഡോണ്ടിസ്റ്റായ ഡോക്ടർ അമൃത ഹരിയാണ്. അപ്പോൾ ഡോക്ടർ, ഈ ബ്രേസസ് ഓർ അലൈനേഴ്സ് ഇടുന്നതിനുള്ള ഒരു പെർഫെക്റ്റ് ഏജ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? യൂഷ്വലി പേരൻസ് ഒരു 12 to 13 ഇയേഴ്സ് ഒക്കെയുള്ള കുട്ടികളെയാണ് പല്ലിൽ കമ്പി ഇടാനായിട്ട് കൊണ്ടുവരാറ്. മെജോറിറ്റി ഓഫ് കേസസിലും ഇത് റൈറ്റ് ഏജ് ആണ്. പക്ഷേ ചില കുട്ടികളിൽ ചെറുപ്പത്തിൽ ഈ ഗ്രോത്തിൻ്റെ പ്രോബ്ലം കാരണം താഴത്തെയോ മേളത്തെയോ താടിയിൽ ഒന്നുകിൽ വളർച്ച കൂടുതലോ അല്ലെങ്കിൽ വളർച്ച കുറവോ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസസിൽ നമ്മൾ മയോ ഫങ്ഷണൽ അപ്ലയൻസസ് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒന്നുകിൽ താടിയലിനെ കുറച്ചും കൂടെ ഗ്രോത്ത് ഇമ്പ്രൂവ് ചെയ്യാനോ അല്ലെങ്കിൽ ഗ്രോത്തിനെ റെസ്ട്രിക്റ്റ് ചെയ്യാനോ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഒരു 7 to 9 ഇയേഴ്സ് ഉള്ളപ്പോൾ കുട്ടികളെ ഒന്ന് കൊണ്ട് കാണിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ ചില കുട്ടികളിൽ ആർച്ചിൻ്റെ കൺസ്ട്രക്ഷൻ, അതായത് ചില നിര ഇടുങ്ങിയതുപോലെ ആയിരിക്കും. അങ്ങനെയുള്ള കേസസിൽ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ എക്സ്പാൻഡിങ് അപ്ലയൻസസ് കൊടുക്കാറുണ്ട്. ഈ പല്ലിൽ ബ്രേസസ് ഇടുന്നതിലും അലൈനേഴ്സ് ഇടുന്നതിലും കോസ്മെറ്റിക് ബെനിഫിറ്റ്സ് മാത്രമേ ഉള്ളൂ, അതോ അതിൽ കൂടുതൽ എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടോ? ഡെഫിനറ്റ്ലി കോസ്മെറ്റിക് ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പം പല ആൾക്കാർക്കും സ്മൈൽ ചെയ്യാനും അതുപോലെ തന്നെ സംസാരിക്കാനും ഒക്കെ കോൺഫിഡൻസ് കുറവായിരിക്കും. അപ്പം കോസ്മെറ്റിക് ബെനിഫിറ്റ് ഡെഫിനറ്റ്ലി ഉണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, അതായത് നമുക്ക് സ്പീച്ച് അതുപോലെ തന്നെ നമ്മൾ ച്യൂ ചെയ്യുന്നതൊക്കെയാണല്ലോ നമ്മുടെ പല്ലിൻ്റെ മെയിനായിട്ടുള്ള ഫംഗ്ഷൻ, അതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ബൈറ്റ്, നമ്മൾ പ്രോപ്പറായിട്ടുള്ള നമ്മൾ പല്ലിൽ കമ്പി ഇട്ട് കഴിയുമ്പം അല്ലെങ്കിൽ അലൈനേഴ്സ് യൂസ് ചെയ്തുമ്പോൾ നമ്മുടെ ബൈറ്റ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കും. അത് കാരണം നമുക്ക് TMJ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ജോയിൻ്റ് ഉണ്ട്. ആ ജോയിൻറ്റിന് കൂടുതൽ സ്ട്രെസ് കൊടുക്കാതെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് നമ്മൾ കറക്റ്റ് ബൈറ്റിലാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പല ബെനിഫിറ്റ്സും നമുക്ക് ഉണ്ട്. ഈ ബ്രേസസ് ഓർ അലൈനേഴ്സ് ഇടുന്നതിൽ നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ലേ? നമുക്ക് പെർമനൻറ്റ് ബ്രേസസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഫുഡ് റെസ്ട്രിക്ഷൻ ഉണ്ട്. നമുക്ക് ഹാർഡ് ഫുഡ് അതുപോലെ തന്നെ സ്റ്റിക്കി ഫുഡൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പറയാറുണ്ട്. കാരണം നമ്മൾ ഈ പല്ലിൽ ഫിക്സ് ചെയ്യുന്ന ഈ ബ്രാക്കറ്റ്സ് എന്ന് പറയും, നമ്മുടെ ഓരോ പല്ലിൽ ഒട്ടിക്കുന്ന ആ ബ്രാക്കറ്റ്സ് ഹാർഡ് ഫുഡ് കഴിക്കുമ്പോൾ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ്. നമ്മൾ പക്ഷേ അലൈനേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് റിമൂവബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് ഊരി വെക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഫുഡ് റെസ്ട്രിക്ഷൻസ് ഒന്നും തന്നെ ഇല്ല. ഇപ്പോൾ ഈ രണ്ട് പ്രൊസീജിയേഴ്സിലും ഈ നമ്മൾ ഓർത്തഡോണ്ടിസ്റ്റിനെ എത്ര തവണ വിസിറ്റ് ചെയ്യേണ്ടി വരും? നമ്മൾ പെർമനൻറ്റ് ബ്രേസസിൽ നമ്മൾ മന്ത്ലി വൺസ് ആണ് പറയുന്നത്. എല്ലാ മാസത്തിലും ഒരിക്കലും നമ്മൾ വന്ന് ഓർത്തഡോണ്ടിക് വിസിറ്റ് ചെയ്യേണ്ടത് മസ്റ്റാണ്. അലൈനേഴ്സ് ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് വിസിറ്റ്സിൻ്റെ നമ്പർ കുറവാണ്. നമ്മൾ ഡോക്ടറിൻ്റെ ഒരു മോണിറ്ററിങ്ങിൽ വേണം ചെയ്യാൻ. പക്ഷേ എന്നാലും ഇപ്പം എബ്രോഡൊക്കെ പോകുന്ന പേഷ്യൻസിനാണെങ്കിൽ അലൈനേഴ്സ് ആയിരിക്കും കുറച്ചും കൂടെ കൺവീനിയൻറ്റ്. അവർ എല്ലാ മന്തും വിസിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ അലൈനേഴ്സിൻ്റെ ട്രേ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ ഓർത്തഡോണ്ടിസ്റ്റിൻ്റെ മേൽനോട്ടത്തിലൊന്ന് ഓൺലൈൻ വഴിയാണെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കും. എന്തൊക്കെ ടൈപ്സ് അലൈനേഴ്സും ബ്രേസസും ഇപ്പം അവൈലബിൾ ആണ്? ബ്രേസസ് തന്നെ ഒത്തിരി ടൈപ്സ് ഉണ്ട്. അലൈനേഴ്സിൻ്റെ മെറ്റീരിയൽ വൈസും ഒത്തിരി ടൈപ്സ് അവൈലബിൾ ആണ്. ബ്രേസസ് നമ്മുടെ കൺവെൻഷണൽ നോർമൽ ബ്രേസസ് ഉണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടെ മോഡേൺ ആയിട്ടുള്ള സെൽഫ് ലൈഗേറ്റിംഗ് ബ്രാക്കറ്റ്സ്, അതുപോലെ തന്നെ ഡയമണ്ട്, സെറാമിക് ബ്രാക്കറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് പല ടൈപ്പ് ഓഫ് ബ്രേസസ് അവൈലബിൾ ആണ്. സെറാമിക് എന്ന് പറയുമ്പോൾ നമ്മുടെ പല്ലിൻ്റെ കളറിൽ തന്നെയുള്ള ബ്രാക്കറ്റ്സ് ആയിരിക്കും നമ്മൾ പല്ലിൽ ഫിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചിരിക്കുമ്പോഴും ഒക്കെ കുറച്ചും കൂടെ ഒരു അധികം വിസിബിലിറ്റി ഉണ്ടാവില്ല. വേറെ സെൽഫ് ലൈഗേറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓറൽ ഹൈജീന്, ടൈം, നമ്പർ ഓഫ് ഓർത്തഡോണ്ടിക് വിസിറ്റ്സ് ഒക്കെ കമ്പയർ ടു കൺവെൻഷണൽ കുറച്ചും കൂടെ കുറവായിരിക്കും. കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും ട്രീറ്റ്മെൻറ്റ് വരുന്നത്. അലൈനേഴ്സ് ആണെങ്കിൽ അലൈനേഴ്സിൻ്റെ ട്രേഡ് മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് അലൈനേഴ്സും ഡിഫർ ചെയ്യും. ഈ ബ്രേസസ് ഓർ അലൈനേഴ്സ് ഇടുമ്പോൾ പല്ലെടുക്കേണ്ടത് അത്യാവശ്യമാണോ? ഒരിക്കലും അല്ല. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം, ഇഫ് റെക്കമെൻഡഡ് ഓരോ കേസ് അനുസരിച്ചിട്ടാണ് നമ്മൾ പല്ല് പറിക്കണോ വേണ്ടയോ എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. നല്ല ക്രൗഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല തള്ളലുള്ള പല്ലുകളാണെങ്കിൽ നമുക്ക് പല്ല് ചിലപ്പോൾ എടുക്കേണ്ടി വരും. അത് കേസ് അനുസരിച്ചിട്ടാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഇൻ കേസ് നല്ല സ്പേസിങ് ഉണ്ട്, പല്ലിനിടയിൽ നല്ല സ്പേസ് ഒക്കെ ഉള്ള കേസിലാണെങ്കിൽ നമ്മൾ പല്ലെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പല്ലിനെ അലൈൻ ചെയ്യാനുള്ള സ്പേസാണ് നമ്മൾ പല്ലെടുക്കണോ വേണ്ടയോ എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ IPR എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ ഇപ്പോഴുണ്ട്. ഇൻ്റർ പ്രോക്സിമൽ റിഡക്ഷൻ എന്ന് പറയും. പല്ലിൻ്റെ സൈസ് കുറച്ച് പല്ലെടുക്കാതെ തന്നെ നമുക്ക് കുറച്ച് സ്പേസസ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ കറക്റ്റ് ചെയ്തെടുക്കാം. ഈ ബ്രേസസിൻ്റെയും അലൈനേഴ്സിൻ്റെയും ഡിഫറൻസസ് എന്താ? മെയിനായിട്ടുള്ള ഡിഫറൻസ് പേഷ്യൻ്റ് കംഫർട്ടാണ്. ബ്രേസസ് ഇടുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ പേഷ്യൻറ്റിന് കംഫർട്ടബിൾ ആയിരിക്കില്ല അധികം.
വെച്ചാൽ നമ്മൾ യൂസ്ഡ് ആവും പതുക്കെ. എന്നാലും അലൈനേഴ്സ് ആയി കഴിയുമ്പോൾ നമുക്കിത് ഊരി എടുത്ത് വെക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കാണുമ്പോൾ അധികം വിസിബിൾ ആയിരിക്കില്ല. ബ്രേസസ് ഇടുമ്പോൾ നമുക്ക് ആ ഒരു സ്മൈല് കുറച്ചും കൂടെ ഒരു വിസിബിൾ ആയിരിക്കുമല്ലോ ബ്രേസസ് ഇട്ടിട്ടുണ്ടെന്നുള്ളത്. മറ്റത് അധികം വിസിബിൾ ആയിരിക്കില്ല. ഒരു പേഷ്യൻറ്റ് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും കഴിക്കുന്ന കാര്യത്തിലും. എല്ലാ ഫുഡ് റെസ്ട്രിക്ഷൻസ് അങ്ങനെയൊന്നും ഇല്ല അലൈനേഴ്സിൻ്റെ കേസിൽ. രണ്ടിൻ്റെയും നമ്മുടെ ട്രീറ്റ്മെൻറ്റ് റിസൾട്ട് ഒരേപോലെയാണ്. ട്രീറ്റ്മെൻറ്റ് അതുപോലെ തന്നെ അലൈനേഴ്സിൻ്റെ ട്രീറ്റ്മെൻറ്റ് കുറച്ചും കൂടെ ഫാസ്റ്റർ ആയിരിക്കും. പിന്നെ വിസിറ്റ്സിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു, വിസിറ്റ്സ് അധികം വേണ്ടി വരില്ല അലൈനേഴ്സിൻ്റെ കേസിൽ. ഇപ്പോൾ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള, അതായത് ഈ 40ഉം 50ഉം വയസ്സൊക്കെ കഴിഞ്ഞാലും നമുക്ക് ഈ ബ്രേസസും അലൈനേഴ്സും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഡെഫിനറ്റ്ലി യൂസ് ചെയ്യാം, പ്രൊവൈഡഡ് നമ്മുടെ പല്ലിന് ചുറ്റുമുള്ള എല്ല് മോണ ഒക്കെ ഹെൽത്തി ആണെങ്കിൽ നമുക്ക് ഏത് ഏജിൽ വേണമെങ്കിലും ഇടാം. 60ലും 70ലും ബ്രേസസും അലൈനേഴ്സും യൂസ് ചെയ്യുന്ന പേഷ്യൻസ് ഉണ്ട്. പക്ഷേ നമ്മുടെ പല്ലിൻ്റെ എല്ല് നല്ല ഹെൽത്തി ആയിരിക്കണം. അത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ OPG പോലത്തെ എക്സ്റേസ് ഒക്കെ എടുത്ത് ഓർത്തഡോണ്ടിസ്റ്റ് നോക്കിയതിന് ശേഷം നമുക്കത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാം. അതിലൊരു ഏജ് റെസ്ട്രിക്ഷൻസ് ഒന്നും തന്നെ ഇല്ല. പൊതുവെ ഞാൻ കേട്ടിട്ടുണ്ട് ഈ പല്ലിന് കമ്പിയിട്ട് കഴിഞ്ഞിട്ടാണെങ്കിലും അത് ഊരി കഴിയുമ്പം, ഇല്ലെങ്കിൽ അലൈനർ ഇട്ട് കഴിഞ്ഞാണെങ്കിലും ഊരി കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പം പല്ല് പഴയ രീതിയിലോട്ട് തിരിച്ചു വരുന്നുണ്ടെന്ന്. അത് ശരിക്കും അതിൻ്റെ കാരണം എന്താണ്? നമ്മൾ പല്ലിൽ കമ്പി ഇടുന്ന പോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് റീറ്റെയിനർ ഇടുക എന്നുള്ളത്. റീറ്റെയിനർ എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മളൊരു ഒറ്റക്കമ്പി കൊടുക്കും, ഊരിയെടുക്കാൻ പറ്റുന്ന ഒറ്റക്കമ്പി. അല്ലെങ്കിൽ നമ്മളൊരു അത് നമ്മൾ റിമൂവബിൾ ആയിട്ടുള്ള റീറ്റെയിനേഴ്സ് ആണ്. അല്ലെങ്കിൽ നമ്മൾ പെർമനൻ്റ് ആയിട്ടുള്ള റീറ്റെയിനേഴ്സ് ഉള്ളിൽ കൂടെ നമ്മൾ കൊടുക്കാറുണ്ട്. ഇപ്പം ക്ലിയർ ആയിട്ടുള്ള പുറമെ കാണാൻ പറ്റാത്ത റീറ്റെയിനേഴ്സും അവൈലബിൾ ആണ്. അപ്പം ഇങ്ങനെയുള്ള ഏത് റീറ്റെയിനേഴ്സ് ആണോ ഡോക്ടർ പറയുന്നത് ആ റീറ്റെയിനേഴ്സ് നമ്മൾ പ്രിസ്ക്രൈബ്ഡ് ടൈമിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വെയർ ചെയ്യണം ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റ്. എന്നാൽ മാത്രമേ നമുക്ക് സ്റ്റെബിലിറ്റി ഉണ്ടാവുള്ളൂ ട്രീറ്റ്മെൻറ്റിന്. കാരണം നമ്മൾ പല്ലിനെ ഒരു പൊസിഷനിലേക്ക് നമ്മൾ അലൈൻ ചെയ്തെടുക്കുകയാണല്ലോ. അപ്പം അതിനെ നമുക്ക് ആ കറക്റ്റ് സ്ഥലത്ത് മെയിൻറ്റെയിൻ ചെയ്യാന്നുണ്ടെങ്കിൽ റീറ്റെയിനർ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ റീറ്റെയിനേഴ്സ് നമ്മൾ പെർമനൻ്റ് ആയിട്ട് ഇടണോ? ചില കേസസിൽ ലൈക്ക് ഭയങ്കര സിവിയർ ആയിട്ടുള്ള കേസസിലൊക്കെ നമ്മൾ പെർമനൻ്റ് ആയിട്ട് റീറ്റെയിനർ ഇടാൻ പറയാറുണ്ട് കുറേ വർഷത്തേക്കൊക്കെ. ഡിപ്പെൻഡ്സ് അപ്പോൺ കേസ്. മൈൽഡ് കേസൊക്കെ ആണെങ്കിൽ നമ്മൾ 1 to 2 ഇയേഴ്സിലൊക്കെ റീറ്റെയിനേഴ്സ് ഇട്ടിട്ട് നമ്മൾ ഊരാൻ പറയാറുണ്ട്. ഇപ്പോൾ ഈ ബ്രേസസോ ഇല്ലെങ്കിൽ ഈ അലൈനേഴ്സോ ഇടുമ്പം നമ്മളെങ്ങനെയാണ് ഈ ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക? പൊതുവേ ഞാൻ മുന്നേ ബ്രേസസ് ഇട്ടിട്ടുണ്ട്. പല്ലൊക്കെ തേക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത പോലെ. അതെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുക? നമ്മൾ മസ്റ്റായിട്ട് നമ്മുടെ പ്രോപ്പറായിട്ടുള്ള ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വെച്ചാൽ രാവിലെയും രാത്രിയും നമ്മൾ ബ്രഷിങ് മസ്റ്റാണ്. നമ്മൾ പെർമനൻറ്റ് ബ്രേസസ് ആണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഓർത്തഡോണ്ടിക് ബ്രഷ് അവൈലബിൾ ആണ്. ഓർത്തഡോണ്ടിക് ബ്രഷ് വെച്ച് തന്നെ ബ്രഷ് ചെയ്യുക രാവിലെയും രാത്രിയും. ഓരോ മീൽ കഴിയുമ്പോഴും നന്നായിട്ട് നമ്മൾ കഴുകുക. അതുപോലെ തന്നെ മൗത്ത് വാഷ് മോർണിംഗ് ആൻഡ് ഈവനിങ് മൗത്ത് വാഷസ് കറക്റ്റായിട്ട് യൂസ് ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ പോലെ ഹാർഡ് ആൻഡ് സ്റ്റിക്കി ഫുഡ് അവോയ്ഡ് ചെയ്യുക. അപ്പോൾ തന്നെ നമ്മുടെ പെർമനൻറ്റ് ബ്രേസസ് എന്ന് പറയുമ്പം ഒരുപാട് നമ്മുടെ വായിലെ ബ്രാക്കറ്റ്സും വയേഴ്സും എല്ലാം ഉണ്ട്. അപ്പോൾ ഫുഡെല്ലാം അതിൻ്റെ ഇടയിൽ കയറി ഇരുന്നിട്ട് നമ്മൾ ഓറൽ ഹൈജീൻ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ക്യാവിറ്റീസ് അല്ലെങ്കിൽ ഗം ഡിസീസ് ഒക്കെ അത് കഴിയുമ്പോൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അലൈനേഴ്സിൻ്റെ കേസിൽ നമുക്ക് ഈ അലൈനേഴ്സ് ഊരി വെച്ചതിന് ശേഷം നമുക്ക് പല്ല് പ്രോപ്പറായിട്ട് ക്ലീനിങ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ ഇഷ്യൂസ് ഇല്ല. കഴിക്കുമ്പോഴും നമ്മൾ ഊരി വെക്കാറുണ്ട്. പിന്നെ അലൈനേഴ്സും നല്ല പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യുക. അലൈനേഴ്സ് വെച്ച് നമ്മൾ ഫുഡ് കഴിക്കാതിരിക്കുക. സ്റ്റെയിനിങ് കൂടുതലായിട്ട് വരുന്നതായിരിക്കും. ഈ അലൈനേഴ്സ് ഇട്ടുകൊണ്ട് ഇപ്പോൾ ഫുഡ് കഴിക്കരുത് എന്ന് പറഞ്ഞല്ലോ, വെള്ളം മാത്രമേ കുടിക്കാൻ പറ്റുള്ളൂ? ലൈക്ക് നമുക്ക് ഈ ചായ അതൊക്കെ കുടിക്കാൻ പറ്റുമോ? നമുക്ക് വെള്ളം മാത്രമാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യാറ്. ചായയൊക്കെ കുടിക്കുമ്പോൾ ഈ സ്റ്റെയിൻസ് പെട്ടെന്ന് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അലൈനേഴ്സ് യൂസ് ചെയ്യുന്നത് തന്നെ നമ്മൾ പുറമേ കാണാതിരിക്കാനാണ്. അപ്പോൾ സ്റ്റെയിൻസ് പിടിച്ചു കഴിയുമ്പോൾ അതൊരു ഡിഫിക്കൽട്ടി ആയിരിക്കുമല്ലോ. അപ്പോൾ സ്റ്റെയിൻ പിടിക്കുന്ന ഒന്നും നമുക്ക് കഴിക്കാം. അതുകൊണ്ട് നമ്മൾ വാട്ടർ മാത്രമാണ് വിത്ത് അലൈനേഴ്സ് റെക്കമെൻഡ് ചെയ്യുക. ഫുഡ് ആൻഡ് ബാക്കി എല്ലാം നമ്മൾ റിമൂവ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ എന്നെപ്പോലെ ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ് ഈ ബ്രേസസ് ആണോ അലൈനേഴ്സ് ആണോ മോർ എഫക്റ്റീവ്, ഏതാണ് നല്ലത് എന്നുള്ളത്. അപ്പം അതിനെക്കുറിച്ച് ഡോക്ടർക്ക് എന്താ പറയാനുള്ളത്? ബ്രേസസ് ആൻഡ് അലൈനേഴ്സ് നമ്മുടെ ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെൻറ്റിൻ്റെ 2 ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് ആണ്. നമുക്ക് ഏതാ ചൂസ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മുടെ ഓരോ പേഴ്സണൽ ചോയ്സ് ആണ്, പേഴ്സണൽ നീഡ് അനുസരിച്ചിരിക്കും. ചില ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ എസ്തെറ്റിക് കൺസേൺ ഒത്തിരിയുള്ള ആളുകൾ, അതുപോലെ തന്നെ ക്രൗഡിൽ ഒരുപാട് പോകുന്ന ആളുകൾ, ഫങ്ഷൻസ് ഉള്ളവർ, അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ അലൈനേഴ്സ് ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. കാരണം അവർക്ക് ചിരിക്കുമ്പോൾ ഇത് കാണാൻ താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ ട്രീറ്റ്മെൻറ്റ് റിസൾട്ട് രണ്ടും ഒരേപോലെയാണ്. ബാക്കിയെല്ലാം ഒരേപോലെയാണ്. നമ്മുടെ കംഫർട്ടും ഈ ഫുഡ് കഴിക്കാൻ കോംപ്രമൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അലൈനേഴ്സ് ആയിരിക്കും ബെറ്റർ. പിന്നെ കോസ്റ്റ് ഡെഫിനറ്റ്ലി അലൈനേഴ്സിന് കുറച്ചും കൂടെ കൂടുതലായിരിക്കും ബ്രേസസിനെ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പം ഡിപ്പെൻഡ്സ് അപ്പോൺ ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ചോയ്സ്. അതുപോലെയാണ് നമ്മൾ. പിന്നെ അതുപോലെ പേഴ്സണൽ കേസ് നമ്മൾ നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും ബ്രേസസ് ആണോ അലൈനേഴ്സ് ആണോ ബെറ്റർ എന്നുള്ളത്. അപ്പോൾ ഈ ബോത്ത് ട്രീറ്റ്മെൻറ്റ്സിനെ കുറിച്ചുള്ള എൻ്റെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്ത് തന്നതിന് താങ്ക് യു ഡോക്ടർ. ഇനി നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഡയറക്റ്റ്ലി കോൺടാക്ട് വിബ ഓർ വിബയുടെ കോൺടാക്റ്റ് ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, താങ്ക് യു.